ഈ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നത് എന്താണ്, എന്തൊക്കെ ചട്ടലംഘനങ്ങൾ നടക്കുന്നുണ്ട്, എന്തെങ്കിലും വിതരണം ചെയ്തോ അവിടെ? അത് നമുക്ക് നോക്കണമല്ലോ. യെസ്, നമുക്ക് ശിവദാസ് കന്മനം പറഞ്ഞു തരും കൂടുതൽ വിവരങ്ങൾ. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ക്ഷേമ പെൻഷൻ വിതരണം. മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ കാരപ്പറമ്പിലെ ഓഫീസാണ് ചട്ടം ലംഘിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത്. പെൻഷൻ ഗുണഭോക്താക്കളെ UDF ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് പണം നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിലാണ് പെൻഷൻ വിതരണ ചുമതല പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിനാണ് നൽകിയത്. എന്തായാലും നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ശിവദാസിലേക്ക് പോകാം. ശരി, അതെന്താ പരിപാടി? പെൻഷൻ വിതരണ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. അനക്ക് പെരി എത്തിക്ക 25 ഉറുപ്പിക വാങ്ങിയിട്ട് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇത്രയും ആളുകളെ നിലനിർത്തിയാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൊടുത്തോ? 25 ഉറുപ്പിക വാങ്ങിനു, എന്റെ ബാങ്ക് 30 ഉറുപ്പിക വാങ്ങിയില്ലേ? ജയിലിൽ ഒപ്പിട്ട് കൊടുത്തോ? വേണ്ടാന്ന് വീട്ടിൽ എത്തിക്കാനും സർക്കാർ ജീവല്ലേ? എന്താണ് സർക്കാരിന്റെ ഓർഡർ എന്താ? ഇത് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇത് പൈസ, ഇത് ഓർഡറുകള് വീട്ടിൽ കൊണ്ടേ കൊടുക്കോ. ശിവദാസ് കന്മനത്തിലേക്ക് പോകുന്നു. ശിവദാസ്, ഈ ഒരുപക്ഷെ വീട്ടിലൊന്നും എത്തിച്ച് നൽകിയില്ലെങ്കിലും അവർ വന്ന് വാങ്ങും, അതിനൊരു സർക്കാർ സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണോ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും വളരെ ഗുരുതരമായ ചട്ടലംഘനമാണ്. അതിന് തെളിവായ ദൃശ്യങ്ങളും ഉണ്ടല്ലോ. തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു ചട്ട ലംഘനം കൂടിയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു. പ്രത്യേകിച്ച് അത് UDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നത്. സാധാരണ മുൻകാലങ്ങളിലൊക്കെ തന്നെ വീടുകളിൽ എത്തിച്ചായിരുന്നു ക്ഷേമ പെൻഷൻ നൽകിയിരുന്നത്. ഓരോ വീടുകളിലും അതിന് ചുമതലപ്പെട്ട ആളുകൾ കൃത്യമായി തന്നെ വീടുകളിൽ എത്തിച്ച് ആ വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി അടക്കം അവർ പണം വാങ്ങിയിരുന്നു. അത്തരത്തിൽ കൃത്യമായി തന്നെ വീടുകളിൽ എത്തിച്ചായിരുന്നു മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ UDF അധികാരത്തിൽ എത്തിയതോടെ പല കാര്യങ്ങളും ക്രമവിരുദ്ധമായി ചെയ്യുന്നു. അതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലെ ഈ പുൽപ്പറ്റ പഞ്ചായത്തിൽ കണ്ടത്. UDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇപ്പോഴും പൊളിച്ച് മാറ്റിയിട്ടില്ല. കാരണം തിരഞ്ഞെടുപ്പൊക്കെ അവസാനിച്ച് UDF അധികാരത്തിൽ വന്നു. ഇപ്പോഴും അവരുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വാട്സാപ്പ് വഴി മെസ്സേജുകൾ നൽകി ആളുകളോട്, ഗുണഭോക്താക്കളോട് ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്താൻ പറയുന്നു. നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് പ്രായമുള്ള ആളുകളാണ്. നിരവധി ആളുകൾ അത്തരത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. അവരെല്ലാം തന്നെ കൂട്ടമായിട്ടാണ് ഈ UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. അവർ അവിടെ മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതിനുശേഷം ഇങ്ങനെ ഓരോരുത്തർക്കായി ഔദാര്യം പോലെയാണ് ഇവർ വിതരണം നൽകിയിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും കാഴ്ചകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പ്രായമുള്ള ആളുകളടക്കം ഇത് വാങ്ങാനായി ഇവിടേക്ക് എത്തിയത്. ഇത് ചട്ടലംഘനമാണ്. വീടുകളിലേക്ക് എത്തിച്ചു നൽകേണ്ട ഈ ക്ഷേമ പെൻഷൻ അത് എല്ലാവരെയും വിളിച്ച് അറിയിച്ച് ഒരു ഭാഗത്തേക്ക്, അതും UDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എല്ലാവരെയും എത്തിച്ച് അവിടെ നിന്നും വിതരണം ചെയ്യുന്നു. ഇത് ഗുരുതരമായ ഒരു ചട്ടലംഘനം തന്നെയാണ്. ഇതിനെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിനാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നത്. അവർ ചുമതലപ്പെടുത്തിയ ആളാണ് ഇത്തരത്തിൽ ഈ ക്ഷേമ പെൻഷൻ വിതരണം നൽകിയിരുന്നത്. ആ വ്യക്തി വീടുകളിലേക്ക് പോകാതെ ഒരു ഭാഗത്ത് UDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് അത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഇന്നും അതിൻ്റെ തുടർ നടപടികൾ, ജനങ്ങൾ പരാതി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. രാഖി, അശ്വതി. ശരി, എന്തായാലും ആ ഓഡിയോ സന്ദേശത്തിൽ ചോദിച്ചപ്പോൾ ഇത് വല്ലാത്തൊരു പരിപാടിയായിപ്പോയി. ഇവിടെ ചില ചട്ടങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പണമാണ് ഇവർക്ക് പെൻഷനായി വിതരണം നൽകുന്നത്, അല്ലാതെ UDFന്റെ അല്ലെങ്കിൽ UDF പാർട്ടിയുടെ പണമല്ല നൽകുന്നത്. അത് ഇത്തരത്തിൽ നീങ്ങുന്നത് ജനങ്ങളിൽ, പ്രത്യേകിച്ച് വയോധികർക്കിടയിൽ ഒരു തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കാൻ എന്തായാലും ഈ ഒരു മിടുക്ക് എന്തായാലും വല്ലാത്ത മിടുക്കെന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് പല കാര്യങ്ങളിലും കാണിക്കാത്ത ഒരു മിടുക്കാണ്. സർക്കാരിന്റെ പൈസ വാങ്ങി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വഴി വിതരണം ചെയ്യാൻ നമ്മുടെ അവിടുത്തെ UDF നേതാക്കൾ, പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു കാര്യം.